കൂട്ടുകാരെ, നമുക്കിന്നൊരു ഫ്രൈഡ് റൈസും വെജ് മഞ്ചൂരിയനും ചിക്കൻ ചില്ലിയും ഉണ്ടാക്കാം. അതിനുവേണ്ടി അരി വേവിക്കാനായിട്ട് വെക്കുക. അതിലോട്ട് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജ് മഞ്ചൂരിയന് ഞാനൊക്കെ ഉരുണ്ടിയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം സൺഫ്ലവർ ഓയിൽ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കറികൾ, ക്യാപ്സിക്കം, ചിക്കൻ വേവിച്ചത്, മുട്ട വേവിച്ചത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ചെറുതായി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് റെഡ് ചില്ലി സോസ്, സോയാ സോസ്, സേഷ്വാൻ സോസ് എല്ലാം കൂടി ചേർത്ത് ഒരു കിണ്ട. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് 70% മാത്രമേ കുക്കാവാൻ പാടുള്ളൂ. അതിലോട്ട് ഉള്ളിയുടെ ഇല, കുരുമുളക് പൊടി എല്ലാം കൂടി ടപ്പൊന്ന് മിക്സ് ചെയ്യുക. കണ്ടില്ലേ എൻ്റെ വിദഗ്ധമായി മിക്സ് ചെയ്യൽ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് റെഡി. ഇനി നമുക്ക് വെജിലുണ്ടാകും. വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് എല്ലാം കോൺഫ്ലവർ മാവിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഉരുണ്ട പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. പതുക്കെ ഇട്ട് കൊടുക്കണം. നന്നായി വെന്തതിന് മാത്രം തിരിച്ചിടുക. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ റോള് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് വറുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ക്യാപ്സിക്കം. ഇനി അതിലോട്ട് സോയാ സോസ്, റെഡ് ചില്ലി സോസ്, കുരുമുളക് പൊടി, പഞ്ചസാര. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കുള്ളത് റെഡിയായി. കോൺഫ്ലവർ മാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് നന്നായി കുറുകി വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന വെജ് ഉരുണ്ട ചേർത്ത് കൊടുത്താൽ വെജ് മഞ്ചൂരിയൻ റെഡി. അപ്പോൾ നന്നായി കൊഴുപ്പായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി തന്നെ ഇരുന്ന് റെഡി ആയിടും. അപ്പോൾ വെജ് മഞ്ചൂരിയൻ റെഡി. ഇനി ചിക്കൻ വറുത്തെടുക്കാം. ചിക്കൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുട്ട ഇതൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തെടുത്ത് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് അതിലോട്ട് ഇതേ പ്രൊസീജിയർ വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ്, സവാള, ഉണക്കമുളക് എല്ലാം കൂടി ചേർത്ത് അത് അട്ടിപ്പൊളി മിക്സ് ചെയ്യുക. മുളക് പൊടി, കുരുമുളക് പൊടി, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, സേഷ്വാൻ സോസ്, പഞ്ചസാര. ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി നേരെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിയുടെ തണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചില്ലി റെഡി. അപ്പം നമുക്കൊന്നൊരു ചൈനീസ് വിഭവം ലഞ്ച് റെഡി. എഗ് ഫ്രൈഡ് റൈസ്, വെജിറ്റേറിയൻകാർക്ക് വെജ് മഞ്ചൂരിയൻ, ചിക്കൻകാർക്ക് ചില്ലി ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒരു സൺഡേ ആസ്വദിച്ച് കഴിക്കുക. ടേസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചൊല്ലുക. ഇനി പുതിയ വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.